കാസർഗോഡ് ജില്ലയിലെ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ പൊള്ളക്കട എന്ന ദേശം കാർഷിക സമൃദ്ധിയുടെ നാടാണിത്. തെങ്ങും കവുങ്ങും ഫലവൃക്ഷാദികളും നെൽകൃഷിയും പച്ചക്കറി കൃഷിയും എല്ലാം നിറഞ്ഞ കാർഷിക നാട്. ഇവിടെ സമ്മിശ്ര കൃഷിയുടെ നിറക്കാഴ്ചകൾ ഒരുക്കി രാധാകൃഷ്ണൻ പൊള്ളക്കട എന്ന കർഷകൻ, കൃഷിയിലൂടെ ജീവിത വിജയം കണ്ടെത്തിയ കർഷകൻ. പുല്ലൂർ പെരിയ ഒരു കാർഷിക ഗ്രാമമാണ്. ബ്രാഹ്മണ കുടിയേറ്റ ഗ്രാമമായ ഇവിടെ നിരവധി നമ്പൂതിരി ഇല്ലങ്ങളുണ്ട്. ഇല്ലങ്ങളോട് ചേർന്ന് വിശാലമായ വയലുകളും മറ്റ് കൃഷിയിടങ്ങളും ഉണ്ടായിരുന്നു. കുടിയാന്മാരായ കർഷകർ ഭൂപ്രഭുക്കന്മാരായ നമ്പൂതിരിമാർക്ക് വേണ്ടി കൃഷി ചെയ്തു. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സമരങ്ങൾ നടന്ന ഗ്രാമമാണ് പുല്ലൂർ. കാലം മാറി, ജന്മി കുടിയാൻ വ്യവസ്ഥകൾ മാറി. കുടിയാന്മാർ ഭൂമിയുടെ അവകാശികളായി. കൃഷിയിലും കൃഷിരീതികളിലും ഏറെ മാറ്റം വന്നു. കർഷകരുടെ സഹായത്തിനായി സർക്കാർ ഇടപെടലുകൾ ഉണ്ടായപ്പോൾ കൃഷിഭവനുകളും കാർഷിക വിജ്ഞാന കേന്ദ്രങ്ങളും വിത്തുൽപാദന കേന്ദ്രങ്ങളും ആരംഭിച്ചു. ഇവയെല്ലാം കൃഷിയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. കൃഷിയിൽ പുതിയ അറിവുകളും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും രൂപപ്പെട്ടു. ദേശീയ പാതയോരത്ത് പുല്ലൂർ സ്റ്റേറ്റ് സീഡ് ഫാമിന് ഒരു വെളിപ്പാടകലെ സമ്മിശ്ര കൃഷിയുടെ വൈവിധ്യവുമായി രാധാകൃഷ്ണൻ പൊള്ളക്കട എന്ന കർഷകൻ. 52-കാരനായ രാധാകൃഷ്ണൻ കഴിഞ്ഞ 37 വർഷമായി കൃഷി ഉപജീവന മാർഗമാക്കിയിട്ട്. മാറി മാറി വരുന്ന കൃഷിരീതികൾ, വിളവിലും വിലയിലും സാരമായ മാറ്റങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങളാലും കീടരോഗബാധകളാലും കൃഷി നഷ്ടമെന്ന് കർഷകർ പറയുമ്പോൾ രാധാകൃഷ്ണൻ എന്ന ഈ കർഷകൻ കൃഷിയിൽ സംതൃപ്തിയും വിജയവും കണ്ടെത്തുന്നു. ഇദ്ദേഹത്തിന്റെ 5 ഏക്കർ കൃഷിയിടത്തിൽ കൃഷികൾ പലതാണ്. ഒന്നിലും നഷ്ടം വന്നിട്ടില്ല. തെങ്ങ്, മാവ്, കശുമാവ്, കുരുമുളക് തുടങ്ങി നാണ്യവിളകളോടൊപ്പം പശുപരിപാലനത്തിനും ആട്, കോഴി, തേനീച്ച എന്നിവയും കൂടാതെ വിവിധ പച്ചക്കറികളും ഈ കർഷകന്റെ കൃഷിയിടത്തിലുണ്ട്. കാലത്തിനൊത്ത മാറ്റങ്ങളോടെ കൃഷി ചെയ്തപ്പോൾ രാധാകൃഷ്ണന് നിറഞ്ഞ വിളവ്. തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, കശുമാവ്, വാഴ, പച്ചക്കറി, മാവ്, പ്ലാവ്, കൈതച്ചക്ക, പശു, ആട്, കോഴി, താറാവ്, തേനീച്ച, മീൻ തുടങ്ങി വൈവിധ്യമാർന്ന ജൈവ കൃഷിയിടം. ഈ ഉർവരതയിൽ നട്ടു നനച്ച് വളർത്തിയെടുത്ത കൃഷിയിലൂടെ ജീവിതം കെട്ടിപ്പടുത്ത കർഷകൻ. 150ഓളം തെങ്ങുകളാണ് രാധാകൃഷ്ണനുള്ളത്. വർഷത്തിൽ 40,000-ഓളം തേങ്ങ കിട്ടും. തേങ്ങയ്ക്ക് വില കുറഞ്ഞപ്പോൾ തെങ്ങ് കൃഷിയിൽ നിന്നും പിന്മാറിയില്ല. തേങ്ങയുടെ വിലയിൽ മാറ്റം വരും, നല്ല വിലയുള്ള കാലവും വരും എന്ന് വിശ്വസിച്ചു. ഇപ്പോൾ തേങ്ങയ്ക്ക് നല്ല വില കിട്ടുന്നു. ഈ 5 ഏക്കർ ഭൂമിയിലാണ് രാധാകൃഷ്ണൻ തന്റെ ജൈവ കാർഷിക കൃഷി രീതികൾ പ്രാവർത്തികമാക്കുന്നത്. ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിച്ച് വളമാക്കി മാറ്റിയാണ് രാധാകൃഷ്ണൻ തന്റെ കൃഷിയിടത്തിൽ വേണ്ടുന്ന ജൈവവളങ്ങൾ ഉണ്ടാക്കുന്നത്. പശു വളർത്തൽ ഉള്ളതിനാൽ കൃഷിക്ക് ആവശ്യമായ ചാണകവും ഗോമൂത്രവും ലഭിക്കുന്നു. പാൽ വിൽപ്പനയിലൂടെയുള്ള വരുമാനം വേറെയും.
കൃഷി നന്നാവണമെങ്കിൽ അനുബന്ധമായി കന്നുകാലി വളർത്തൽ അത്യാവശ്യമാണ്. H4 ഇനത്തിൽപ്പെട്ട 4 പശുക്കൾ അതിൻ്റെ കിടാരികളും വളർത്തുന്നുണ്ട് ഞാൻ. അതിന് രാവിലെ 5 മണിക്ക് എണീറ്റ് കുളിപ്പിച്ച് പശു കറന്ന് സ്വന്തമായി ഞാനും ഭാര്യയും ചേർന്ന് കറന്ന് പാല് പുല്ലൂർ സൊസൈറ്റിയിൽ എത്തിക്കുന്നു. 20 ലിറ്ററോളം പാല് ബാക്കി കുറച്ച് വീട്ടിലാവശ്യക്കാർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ പുൽകൃഷി ചെയ്യുന്നതുകൊണ്ട് പശുവിനെ പോറ്റുന്നതിൽ വലിയ പ്രയാസമില്ല. പിന്നെ വാഴത്തട, പാള, ഓല മുതലായവ വളപ്പിൽ കിട്ടുന്ന വസ്തുക്കളെല്ലാം അതിന് ഭക്ഷണമായിട്ട് കൊടുത്തിട്ടാണ് ഞാൻ പശുവിനെ വളർത്തുന്നത്. കൃഷിയും കന്നുകാലി വളർത്തലും പരസ്പര പൂരകങ്ങളാണ്. മണ്ണിന്റെ ജീവൻ നിലനിർത്താൻ ചാണകവും പച്ചില വളവും കൂടിയേ തീരും. ചാണകത്തിൽ നിന്ന് ഉണ്ടാകുന്ന അനേകം സൂക്ഷ്മജീവികൾ മണ്ണിനെ കൂടുതൽ ഫലപുഷ്ടിയുള്ളതാക്കി തീർക്കുന്നു. പശു വളർത്തലിനോടൊപ്പം ആട് ഫാമുമുണ്ട്. ചെറുതും വലുതുമായ 20ഓളം ആടുകളുണ്ട്. മലബാറി ഇനത്തിൽപ്പെട്ട ആടുകൾക്ക് നല്ല വില കിട്ടുന്നു. ആട് വളർത്തൽ മികച്ച ലാഭം തരുന്ന തൊഴിൽ സംരംഭമാണെന്ന് രാധാകൃഷ്ണൻ പറയുന്നു. ആട്ടിൻ കാഷ്ടം മികച്ച ജൈവവളമാണ്. ഏത് പച്ചക്കറി ചെടിയും കരുത്തോടെ വളരാൻ ആട്ടിൻ കാഷ്ടം ഉത്തമമാണ്. 20ഓളം മലബാറി ഇനത്തിൽപ്പെട്ട ആടാണ് കൃഷി ചെയ്യുന്നത്. ആടിനെ കൂടുതലും കുട്ടികളായി വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആടിന് പ്ലാവിൻ്റെ ഇലയും മറ്റുള്ള ഇലകളും തൊട്ടാവാടി വാഴപ്പിലുള്ള അതുപോലുള്ള ഇലകളും മറ്റും പിന്നെ CO3 ഇനം പുൽകൃഷി പുല്ലും കൂടിയാണ് ആടിന് തീറ്റയായി കൊടുക്കുന്നത്. 40 സെന്റ് സ്ഥലത്ത് നെൽകൃഷിയുണ്ട്. രാധാകൃഷ്ണന് ഇരിപ്പൂ കൃഷിയിൽ നിന്നും ലഭിക്കുന്ന വൈക്കോൽ കന്നുകാലികളെ വളർത്താൻ സഹായകമാകുന്നു. പിന്നെ വിഷം തീണ്ടാത്ത നല്ല അരിയുടെ ഭക്ഷണവും കഴിക്കാം. പശുക്കൾ, ആടുകൾ എന്നിവ മാത്രമല്ല കൃഷിയിടത്തിലെ അന്തേവാസികൾ. കോഴികളും താറാവുകളുമുണ്ട്. നാടൻ കോഴികളും ലഗോൺ കോഴികളും താറാവുകളും നിറഞ്ഞ ചെറിയൊരു കോഴി വളർത്തൽ യൂണിറ്റ്. ആട്ടിൻ കാട്ടത്തെ പോലെ കോഴിവളവും ജൈവ കൃഷിക്ക് ഊർജം പകരുന്നു. പൂക്കളും പൂമ്പാറ്റകളും നിറഞ്ഞ ഈ കൃഷിയിടത്തിൽ തേനീച്ചകളും വിരുന്നു വരുന്നു. അപ്പോൾ തേനീച്ച പെട്ടികൾ വച്ചാൽ തേൻ കിട്ടുമല്ലോ എന്ന ചിന്ത രാധാകൃഷ്ണനുണ്ടായി. 15 പെട്ടി തേനീച്ചകളുണ്ട്. കാലാവസ്ഥ നന്നായാൽ ഇതിന് നല്ല വിളവ് ലഭിക്കുമെന്ന് രാധാകൃഷ്ണൻ പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം മഴ കൂടിയതിനാൽ തേൻ ഉൽപാദനം കുറവായിരുന്നു. എന്നാലും 20 കിലോ തേൻ ലഭിച്ചു. തേനീച്ച പെട്ടികൾക്കപ്പുറത്താണ് കൈതച്ചക്ക കൃഷി. 200 ചുവട് കൈതച്ചക്കയുണ്ട്. നാടൻ ഇനമാണ് ഈ കൈതച്ചക്ക. ജൈവ കൃഷിയായതിനാൽ നല്ല മധുരമുള്ള കൈതച്ചക്കയാണ് ഉണ്ടാവുക. മഴക്കാലത്തും വേനൽക്കാലത്തും പച്ചക്കറി കൃഷി ചെയ്യാറുണ്ട്. വീട്ടാവശ്യത്തിന് വേണ്ടുന്നവ എടുത്ത് ബാക്കിയുള്ളവ കാഞ്ഞങ്ങാട് പ്രവർത്തിക്കുന്ന ജൈവോൽപ്പന്ന വിപണന കേന്ദ്രത്തിൽ എത്തിക്കും. പച്ചക്കറികൾ മാത്രമല്ല, വാഴക്കുലകൾ, മുട്ട, കുരുമുളക്, എല്ലാ ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളും ജൈവോൽപ്പന്ന വിപണിയിലൂടെയാണ് രാധാകൃഷ്ണൻ വിപണനം നടത്തുന്നത്. ജൈവ കർഷക സമിതിയുടെ ഡയറക്ടർമാരിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. രാസകീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിച്ച് കൃഷി ചെയ്ത് വിഷം തീണ്ടിയ ഭക്ഷ്യവസ്തുക്കളിലൂടെ ഭയാനകമായ രോഗം നമ്മെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണിത്. മറ്റേതാനും ഗ്രാമങ്ങളെപ്പോലെ പുല്ലൂർ പെരിയ ഗ്രാമവും എൻഡോസൾഫാൻ ദുരിതബാധിത പ്രദേശമാണ്. പക്ഷേ ഇപ്പോൾ ജൈവ കൃഷിയുടെ നല്ല കാഴ്ചകൾ ഒട്ടേറെയുണ്ട് ഈ ഗ്രാമത്തിൽ. ഒരു കാലത്ത് എൻഡോസൾഫാന്റെ പേരിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട പുല്ലൂർ പെരിയ ഇന്ന് ഒരു ജൈവ കാർഷിക ഗ്രാമമാണ്. ഒരുപറ്റം ഉത്സാഹശീലരായ കർഷകരാണ് ഇവിടെ ഉള്ളത്. ഇന്ന് രാസകീടനാശിനികളുടെ ഉപയോഗം പൂർണ്ണമായും കർഷകർ ഒഴിവാക്കിയിട്ടുണ്ട്. 2012 മുതൽ കൃഷി വകുപ്പ് നടപ്പിലാക്കിയ ജൈവ കൃഷി വികസന പദ്ധതി ഇവിടെ ലക്ഷ്യപ്രാപ്തിയിലെത്തിയിരിക്കുന്നു. ഇവിടെ ബ്ലോക്ക് തലത്തിൽ തന്നെ ജൈവ കർഷകരുടെ ഒരു അപ്പെക്സ് ബോഡി രൂപീകരിച്ചിട്ടുണ്ട്. ഈ അപ്പെക്സ് ബോഡിയുടെ കീഴിൽ ജൈവ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇക്കോ ഷോപ്പ്
നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ജൈവ കർഷകരുടെ മിക്കവാറും തന്നെ ഉൽപ്പന്നങ്ങൾ ഈ ഇക്കോ ഷോപ്പ് വഴി നമ്മൾ വിപണനം നടത്തി വരുന്നു. ഇതോടൊന്നിച്ച് ജൈവ കർഷകർക്ക് ആവശ്യമായ മറ്റ് ജൈവ ഉൽപ്പന്നങ്ങളും, അതായത് ജൈവ കീടനാശിനികൾ, അതുപോലെ തന്നെ ജൈവവളങ്ങൾ, ഇതൊക്കെ തന്നെ സംഭരിച്ച് നമ്മൾ വിപണനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജൈവ ഉൽപ്പന്നങ്ങളുടെ ഒരു മൊബൈൽ വിൽപ്പന യൂണിറ്റും ആരംഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ലക്ഷ്യമിട്ടിട്ടുണ്ട്. 5 ഏക്കർ കൃഷിയിടത്തിന്റെ ഒരു ഭാഗം നിറയെ കശുമാവുകൾ വളർന്ന് പന്തലിച്ചു നിൽക്കുന്നു. കശുമാങ്ങയും കശുമാവിന്റെ ഇലകളും ജൈവവളമായി മാറും. ഓരോ കൃഷിയും മറ്റൊരു കൃഷിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നിരീക്ഷണങ്ങളും കാർഷിക പരീക്ഷണങ്ങളുമായി സ്വയം രൂപപ്പെടുത്തുന്ന കൃഷിരീതികൾ, പിന്നെ കാർഷിക പാരമ്പര്യത്തിന്റെ കുറെ അറിവുകളും എല്ലാം ചേർന്നപ്പോൾ രാധാകൃഷ്ണൻ മികച്ച കർഷകനായി മാറി. പുല്ലൂർപ്പെരിയ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഒരു വലിയ വിഭാഗം കർഷകർ ജൈവകൃഷി അനുവദിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പല പദ്ധതികളും ജൈവകൃഷിയിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ളതായതുകൊണ്ട് കർഷകർ വളരെ താല്പര്യത്തോടു കൂടി തന്നെ ജൈവകൃഷിയിലേക്ക് തിരിഞ്ഞു വരുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കർഷകനാണ് ശ്രീ രാധാകൃഷ്ണൻ പൊള്ളകള. അദ്ദേഹം തൻ്റെ 5 ഏക്കറോളം വരുന്ന കൃഷിഭൂമി പൂർണ്ണമായും ജൈവകൃഷിയിൽ തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെ ചെങ്കുത്തായ ഒരു മലയുടെ ഒരു ഭാഗമാണ് അദ്ദേഹം കൃഷിക്കായി ഉപയോഗിക്കുന്നത്. കാട്ടുപന്നിയുടെ ശല്യം വളരെ വ്യാപകമായി വരുന്ന ആ സ്ഥലത്ത് അദ്ദേഹം നമ്മുടെ കൃഷിവകുപ്പിൻ്റെ പദ്ധതിയും കീഴിൽ ഇലക്ട്രിക് വേലി കെട്ടി കാട്ടുപന്നിയെ അകറ്റി നിർത്തി വാഴ, കവുങ്ങ്, തെങ്ങ് തുടങ്ങിയ എല്ലാ കൃഷിയും വളരെ നന്നായിട്ട് തന്നെ ചെയ്തു വരികയാണ്. അതിനകത്ത് തന്നെ എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവള സ്രോതസ്സുകളാണ്. അതായത് അദ്ദേഹം തന്നെ ആട് വളർത്തൽ, കോഴി വളർത്തൽ തുടങ്ങിയ എല്ലാ മേഖലയിലും കൈവച്ച് തൻ്റെ കൃഷിയിടത്തിൽ ആവശ്യമായ മുഴുവൻ വളങ്ങളും അദ്ദേഹം കൃഷിയിടത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുകയും അത് അദ്ദേഹത്തിന് ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതോടൊപ്പം വളരെ കൂടിയ ഒരു ഉൽപ്പാദനം കൃഷിയിടത്തിന് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. രാധാകൃഷ്ണൻ കൃഷി ഉപജീവന മാർഗമാക്കി ജീവിത വിജയം നേടിയ കർഷകനാണ്. വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാന മാർഗത്തിലൂടെയാണ് ജീവിത വിജയം കണ്ടെത്തിയത്. അതുകൊണ്ട് കൃഷി ഒരിക്കലും നഷ്ടമല്ല എന്ന് ഈ കർഷകൻ ഉറപ്പിച്ചു പറയുന്നു. 5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു എനിക്ക്. 5 ഏക്കർ സ്ഥലം അച്ഛൻ്റെ കുടുംബ സ്വത്തായിട്ട് കിട്ടിയ സ്ഥലത്ത് 3 ഭാഗം കുന്ന് പരന്ന് കിടക്കുന്ന സ്ഥലമായിരുന്നു. അത് തട്ടുകളായി തിരിച്ച് മുഴുവൻ തെങ്ങും, കവുങ്ങ്, വാഴ, കുരുമുളക് മുതലായവ കൃഷി ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. മണ്ണിനെ സംരക്ഷിച്ച്, മണ്ണും ജലവും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് എൻ്റെ കൃഷിയിടത്തിൽ നടക്കുന്നത്. കാർഷിക ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിന്റെ പ്രചാരകൻ കൂടിയാണ് ഈ കർഷകൻ എന്ന് ഇദ്ദേഹത്തിന്റെ കൃഷിയിടം സാക്ഷ്യപ്പെടുത്തുന്നു. നാടൻ വിള ഇനങ്ങളാണ് ഇവിടെ അധികവും കൃഷി ചെയ്യുന്നത്. അത് ശാസ്ത്രീയമായി ചെയ്യുന്നു. രാസവളങ്ങളും രാസകീടനാശിനികളും അമിതമായി ഉപയോഗിച്ചുള്ള കൃഷി ഒരു പ്രദേശത്തെ ഭൂഗർഭജലം ഉൾപ്പെടെയുള്ള പ്രകൃതി സമ്പത്തിന് നാശമുണ്ടാക്കുമ്പോൾ ജൈവ വൈവിധ്യത്തെയാണ് നശിപ്പിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവുണ്ടാകുന്ന ഏതൊരു കർഷകനും ജൈവ കൃഷിയിലേക്ക് മടങ്ങും. അങ്ങനെയുള്ള കർഷകർ വരും തലമുറയ്ക്കു കൂടി നന്മകൾ കൈമാറുന്നു. ഇവിടെ രാധാകൃഷ്ണൻ എന്ന ജൈവ കർഷകൻ ഭൂമിയെ സ്നേഹിക്കുന്നു, മണ്ണിന്റെ മഹത്വം അറിയുന്നു. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും ജൈവ പരിപാലന സമിതികൾ രൂപീകരിച്ച ഏക സംസ്ഥാനമാണ് കേരളം. അത്തരം ജൈവ പരിപാലന സമിതികൾ രൂപപ്പെടുന്നതിന് മുൻപേ സജീവ ജൈവ കൃഷിയിലേക്ക് നടന്നുകയറിയ കർഷകനാണ് ഇദ്ദേഹം. ജൈവ കൃഷിക്കു വേണ്ടി രാധാകൃഷ്ണൻ ജീവാമൃതം കൂട്ട് തയ്യാറാക്കുന്നു. ജീവാമൃതം ഉപയോഗിക്കുന്ന കൃഷിയിടമാണ് ഇത്. ജീവാമൃതം നൽകുന്ന കരുത്ത് വാഴയിലും കുരുമുളകിലും തെങ്ങിലും കവുങ്ങിലുമെല്ലാം നമുക്ക് കണ്ടറിയാം. പുതിയ കാർഷിക പരീക്ഷണത്തിന്റെ ഭാഗമായാണ് രാധാകൃഷ്ണൻ പപ്പായ നട്ടുപിടിപ്പിച്ചത്. റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായകളും നാടൻ പപ്പായകളുമുണ്ട്.
ഒരു സമ്മിശ്ര കൃഷിത്തോട്ടത്തിൽ വേണ്ടുന്ന എല്ലാ കൃഷികളും രാധാകൃഷ്ണന്റെ കൃഷിയിടത്തിലുണ്ട്. ജൈവ കൃഷിയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് കദളി വനം പുരസ്കാരവും രാധാകൃഷ്ണനെ തേടിയെത്തി. കൃഷിയുടെ വ്യത്യസ്തമായ നിറക്കാഴ്ചകളാണ് രാധാകൃഷ്ണൻ തന്റെ കൃഷിയിടത്തിൽ ഒരുക്കിയിരിക്കുന്നത്. സമ്മിശ്ര കൃഷിയിലൂടെ മികച്ച ലാഭം ഉണ്ടാക്കാമെന്ന് ഇദ്ദേഹം തെളിയിക്കുന്നു. കൃഷിയിൽ രാധാകൃഷ്ണന് എല്ലാ പിന്തുണയുമായി ഭാര്യ ചന്ദ്രമതിയും ഒപ്പമുണ്ട്. സമ്മിശ്ര കൃഷി എന്നതുപോലെ തന്നെ ഇത് ഒരു കുടുംബ കൃഷി കൂടിയാണ്. രാധാകൃഷ്ണനും ഭാര്യയും മകളും സന്തോഷത്തോടെ ഒത്തുചേർന്ന് നടത്തുന്ന കാർഷിക പ്രവർത്തനങ്ങൾ. വടക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച ജൈവ കൃഷി മാതൃകയും കേര കൃഷി മാതൃകയുമാണ് രാധാകൃഷ്ണന്റെ സമ്മിശ്ര കൃഷി. കാസർഗോഡ് ജില്ല സമ്പൂർണ്ണ ജൈവ കൃഷി ജില്ലയായി മാറുമ്പോൾ അതിനൊപ്പം നിൽക്കുന്ന രാധാകൃഷ്ണൻ പൊള്ളക്കട എന്ന കർഷകന് അഭിമാനിക്കാം തന്റെ ഈ ജൈവ കാർഷിക വിജയം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജൈവ വൈവിധ്യ പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. വയനാട് വിത്ത് മഹോത്സവം ജനുവരി 28 മുതൽ. റബ്ബർ വളപ്രയോഗത്തിൽ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ജൈവ വൈവിധ്യ പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ജൈവ വൈവിധ്യ പരിസ്ഥിതി സംരക്ഷകൻ, നാടൻ വിളയിനങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെയും സംരക്ഷകൻ, നാട്ടറിവ് സംരക്ഷകൻ, ജൈവ വൈവിധ്യ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ഫീച്ചറുകൾ പ്രസിദ്ധീകരിച്ച പത്രപ്രവർത്തകൻ, ഡോക്യുമെന്ററി ഗവേഷകൻ, ജൈവ കർഷകൻ, ജൈവ വൈവിധ്യ പരിപാലന സമിതി, പരിസ്ഥിതി സംഘടന, സ്കൂൾ, കോളേജ് എന്നിവയ്ക്കാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. ജനുവരി 15-നകം അപേക്ഷ സമർപ്പിക്കണം. വിലാസം: മെമ്പർ സെക്രട്ടറി, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, മെഡിക്കൽ കോളേജ് PO, തിരുവനന്തപുരം 11. വെബ്സൈറ്റ് www.keralabiodiversity.org. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047125533135. തിരുവനന്തപുരം നെടുമങ്ങാട് ഗ്രാമീണ കാർഷിക മൊത്ത വ്യാപാര വിപണിയുടെ ആഭിമുഖ്യത്തിൽ കേരള കാർഷിക സർവകലാശാലയിലെ ലേണിംഗ് വിഭാഗം ജൈവ കൃഷിയിൽ ഓൺലൈൻ പരിശീലനത്തെക്കുറിച്ച് നാളെ രാവിലെ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകരും ഉദ്യോഗാർത്ഥികളും സെമിനാറിൽ പങ്കെടുക്കണമെന്ന് വിപണി സെക്രട്ടറി അറിയിക്കുന്നു. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 8128382004. മറ്റൊരു നമ്പർ 04722813 932.
വയനാർ പുത്തൂർ ഫയൽ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 28 മുതൽ 30 വരെ വയനാട് വിത്ത് മഹോത്സവം സംഘടിപ്പിക്കുന്നു. പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷണം, വർധന, സുസ്ഥിര ഉപയോഗം എന്നിവ സംബന്ധിച്ച് ഇവിടെ പ്രദർശനവും സെമിനാറും ഉണ്ടായിരിക്കും. വിത്ത്, മണ്ണ്, ആഹാരം, അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും എന്നതാണ് ഈ വർഷത്തെ വിത്ത് മഹോത്സവത്തിന്റെ വിഷയം. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 0496620447, മൊബൈൽ നമ്പർ 9446537019. ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ അഖിലേന്ത്യാ കൂൺ ഗവേഷണ പദ്ധതിയുടെ ഭാഗമായി വെള്ളായണി കാർഷിക കോളേജിലെ പ്ലാൻ പത്തോളജി വിഭാഗത്തിൽ ഈ മാസം 29-30 തീയതികളിൽ കൂൺ കൃഷി പരിശീലന പരിപാടി നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0412-388-042. റബ്ബർ നടീൽ രീതികൾ, നടീൽ വസ്തുക്കൾ, വളപ്രയോഗം, കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നുള്ള പരിരക്ഷ, വിളവെടുപ്പ്, റബ്ബർ പരിപാലന സംസ്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. ജനുവരി 4 മുതൽ 8 വരെ കോട്ടയത്തെ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് പരിശീലനം. പരിശീലന ഫീസ് 2500 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0481-251-351-313. മറ്റൊരു നമ്പർ 0481-2353127. ഇമെയിൽ അഡ്രസ് training@rubberboard.org.in. തീറ്റപ്പുൽ കൃഷിയുടെ പ്രാധാന്യം ജനസമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ജനുവരി 22 സംസ്ഥാനതല ഫോഡർ ദിനമായി ആചരിക്കുന്നു. ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ 10 മണിക്ക് വാളകം കമ്മ്യൂണിറ്റി ഹാളിൽ ക്ഷീരവികസന മന്ത്രി KC ജോസഫ് നിർവഹിക്കും. ഇതോടനുബന്ധിച്ച് തീറ്റപ്പുൽ പ്രദർശനം, സെമിനാർ, ക്ഷീര ഉൽപ്പന്ന പ്രദർശനം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിന്റലിന് 9300 രൂപ, കോഴിക്കോട് 10500, തൃശൂർ 9300, കൊപ്ര കൊച്ചി 6330, കോഴിക്കോട് 6750, തൃശൂർ 6415, കുരുമുളക് അൺഗാർബിൾഡ് 66200, ഗാർബിൾഡ് 69200, ചുക്ക് മീഡിയം 18500, ബെസ്റ്റ് 20000, മഞ്ഞൾ സേലം 10800, ഈറോഡ് 11200, അടയ്ക്ക പഴയത് 25,000 രൂപ മുതൽ 26,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 9,900 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 10,200, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 10,000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 10,200 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 9300 രൂപ, കൊപ്ര 6330, പിണ്ണാക്ക് എക്സ്പെല്ല 2100, പിണ്ണാക്ക് റോട്ടറി 2400, കുരുമുളക് അൺഗാർബിൾഡ് 66,200, ഗാർബിൾഡ് 69,200, ചുക്ക് മീഡിയം 18,500, ബെസ്റ്റ് 20,000. അടയ്ക്ക പുതിയത് 17,000 രൂപ മുതൽ 20,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 രൂപ മുതൽ 230 വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 440 മുതൽ 460 രൂപ വരെ. ജാതിപത്രി 650 മുതൽ 925 രൂപ വരെ. ഗ്രാമ്പു 790 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് ക്വിന്റലിന് 9,900 രൂപ. റബ്ബർ RSS 4ാം ഗ്രേഡ് 10,200 രൂപ. പൊട്ടുപാൽ 6,000 രൂപ. ലാറ്റക്സ് 7,200 രൂപ. കമ്പോള അവലോകനം. ക്രിസ്മസ് ആവശ്യങ്ങൾക്കായി ചെറുകിട കർഷകർ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കിറക്കിയത് കാർഷിക മേഖലയിലെ വിപണികൾക്ക് ഇന്ന് ഉണർവ് പകർന്നു. പുതിയ കുരുമുളക് തെക്കൻ കേരളത്തിൽ കൂടുതലായി വിൽപ്പനയ്ക്കെത്തി. ഹൈറേഞ്ച് ചരക്കും ചെറിയ തോതിൽ വിൽപ്പനയ്ക്കിറങ്ങുന്നുണ്ട്. ഗാർബിൾഡ് മുളക് കിലോ 692 രൂപ. നാളിക ഉൽപ്പന്നങ്ങൾ സ്ഥിര നിലവാരത്തിലാണ് വ്യാപാരം തുടങ്ങിയത്. ക്രിസ്മസ് ആയതിനാൽ വെളിച്ചെണ്ണയുടെ പ്രാദേശിക ഉൽപ്പന്ന ചൂടുവയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാര രംഗം. ഓയിൽ മില്ലുകൾ എണ്ണ നീക്കം നിയന്ത്രിച്ചിട്ടുണ്ട്. റബ്ബർ അവധി നിരക്കുകൾ ഉയർന്നെങ്കിലും വൻവിലയ്ക്ക് ഷീറ്റ് സംഭരിക്കാൻ ടയർ കമ്പനികൾ തയ്യാറായില്ല. റബ്ബർ ടാപ്പിന്റെ രംഗവും തളർച്ചയിലാണ്. ജലകേന്ദ്രങ്ങളിലേക്കുള്ള ഏകവരവ് ഉയർന്നു. ശൈത്യം ശക്തമെങ്കിലും ഉത്തരേന്ത്യയിൽ നിന്ന് ചുക്കിന് വൻ ഓർഡറുകളില്ല. മഞ്ഞൾ, ജാതിക്ക, ജാതിപത്രി വിലകൾ സ്ഥിതി നിലവാരത്തിൽ നീങ്ങി. അടക്ക വിളവെടുപ്പ് പുരോഗമിക്കുന്നു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 36.2, 25. കൊച്ചി 32.8, 25. ആലപ്പുഴ 34.5, 24.6. പുനലൂർ 33.5, 21.2. തിരുവനന്തപുരം 33.8, 23.6 ഡിഗ്രി സെൽഷ്യസ്.
ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.